നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇടഞ്ഞു നിൽക്കുന്ന LDF കൺവീനർ EP ജയരാജൻ ഒളിപ്പോര് തുടരുകയാണ്. ചിറ്റപ്പന് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ കാരണഭൂതൻ തട്ടിത്തെറിപ്പിച്ചതാണ് ഇതിന് വഴിവെച്ചത്. പിണറായിയെ എതിർത്ത് പാർട്ടിയിലാരും സംസാരിക്കാറില്ല. ചിറ്റപ്പന് പോലും അതിനുള്ള തന്റെ ഇടമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒളിപ്പോര് നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ടുകൾ അടിച്ചെടുക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൈസായി EP നടത്തുന്നുണ്ട്. ഇതിനിടെ മത്സരം ഇടതും BJPയും തമ്മിലാണെന്നായിരുന്നു ചിറ്റപ്പന്റെ തള്ളൽ തിരുത്തി മുഖ്യമന്ത്രി രംഗത്തെത്തിയിരുന്നത്. ഇതിനു പിന്നാലെ BJPയുടേത് മികച്ച സ്ഥാനാർത്ഥികൾ എന്ന LDF കൺവീനർ EP ജയരാജന്റെ പ്രസ്താവനയ്ക്ക് നന്ദി അറിയിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ രംഗത്തെത്തി. EP ജയരാജനെ അവമതിക്കുന്ന പ്രസ്താവന നടത്തില്ല. രണ്ടാം സർക്കാർ വന്ന ശേഷം EP ജയരാജൻ പറയുന്നതിൽ വസ്തുതയുണ്ടെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിസഭയിൽ നിന്ന് പ്രമുഖരെ മാറ്റിയത് പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിന് വേണ്ടിയാണെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. കുടുംബാധിപത്യ പാർട്ടിയായി CPM മാറി. റിയാസ് എല്ലാ വകുപ്പിലും കൈയിട്ട് വാരുകയാണ്. സുധാകരനും EP ജയരാജനും ഇക്കാര്യം അറിയാം. മറ്റു മന്ത്രിമാർ നോക്കുകുത്തികളായി നിൽക്കുകയാണ്. SFI ലക്ഷണമൊത്ത ഭീകരവാദ സംഘടനയായി മാറി. നിയമവാഴ്ച തകർന്നു. സർക്കാർ ഒത്താശയോടെയാണ് അക്രമം നടക്കുന്നത്. പോലീസ് സഹായം ലഭിക്കുന്നതാണ് കിരാതവാഴ്ചയ്ക്ക് കാരണം. അധ്യാപകരെ മർദ്ദിച്ചത് SFI യൂണിയൻ നേതാക്കൾ ചേർന്നാണ്. ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. ഇടിമുറിയായ എംപ്ലോയീസ് യൂണിയൻ ഓഫീസ് അടച്ചു പൂട്ടണമെന്നും K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മത്സരം ഇടതും BJPയും തമ്മിലാണെന്ന EPയുടെ തള്ളൽ തിരുത്തി മുഖ്യമന്ത്രി രംഗത്തെത്തി അധികം ദിവസമായില്ല. അതിനിടെ EP ജയരാജന്റെ വിവാദ പ്രസ്താവന തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു. കേരളത്തിൽ മത്സരം UDFും LDFും തമ്മിലാണെന്ന് ഗോവിന്ദൻ പറഞ്ഞു. അതിൽ സംശയമൊന്നുമില്ല. കേരളത്തിൽ ശരിയായ മത്സരം UDFും LDFും തമ്മിലാണ്. കോൺഗ്രസുകാർ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് EP ജയരാജൻ അങ്ങനെ പറഞ്ഞത്. മുഖ്യമന്ത്രി അക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണെന്നായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിനെ തകർക്കാൻ കേന്ദ്രം EDയെ ഉപയോഗിക്കുകയാണെന്ന പിണറായിയുടെയും ഗോവിന്ദൻ മാഷിന്റെയും പ്രസ്താവനകളെ EP പരസ്യമായി തിരുത്തി. അതിന്റെ തെളിവുകൾ ഇല്ലെന്നും അന്വേഷണവുമായി സഹകരിച്ച് സത്യം പുറത്തു കൊണ്ടുവരാൻ ആരോപണ വിധേയൻ തയ്യാറാകണമെന്നും പ്രതികരിച്ചു. ഇതേ രീതിയിലുള്ള പ്രസ്താവന G സുധാകരനും പിന്നീട് നടത്തി. തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തരംഗം വെച്ച പിണറായി വിജയനും അതിന്റെ ലാഭം കൊയ്യുന്ന MV ഗോവിന്ദനും പണി കൊടുക്കാനുള്ള ഒരവസരവും ചിറ്റപ്പൻ പാഴാക്കാറില്ല. അത് നേരിട്ടുള്ള ഏറ്റുമുട്ടലിലൂടെ അല്ലെന്ന് മാത്രം. തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും ചിറ്റപ്പൻ മൂർച്ചയേറിയ ആയുധങ്ങളുമായി ഇനിയും കളത്തിലിറങ്ങാനാണ് സാധ്യത.